കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം ജ്ഞാനകേന്ദ്രങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടും എന്തുകൊണ്ടാണ് ഇന്നും കേരള ജനതയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്? കേരള ജനത മുഴുവൻ ഇത്രമാത്രം സാക്ഷരതയിൽ മുൻപന്തി നിന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജനത മാത്രം ഇത്രമാത്രം കലഹങ്ങളിലും അസ്വസ്ഥതയിലും ടെൻഷനിലും ജീവിക്കുന്നത്? അറിവുണ്ട്, അത് ശരിയായ അറിവിന്റെ വെളിച്ചത്തിലല്ല. അറിവുണ്ട്, എന്നാൽ അത് ശരിയായ അറിവിന്റെ വെളിച്ചത്തിലല്ല എന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ സംഭവിക്കുന്നത് ഇവിടെയാണ്. ഇത്രമാത്രം അറിവുണ്ടായിട്ട് എന്താണ് ഇവന്റെയൊക്കെ അറിവ്? എന്താണ് ഇവരുടെയൊക്കെ അറിവ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് വെട്ടാണ്. മുറിപ്പെടുത്താൻ അറിയത്തില്ല, വെട്ടിത്തീർക്കുകയാണ്. കൈകാലുകൾ വെട്ടിക്കളയുകയാണ്, തലവരെ കൊയ്ത് കളയുന്ന ഒരു സംസ്കാരം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദൈവിക ജ്ഞാനമുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാമുണ്ട്. എന്തുകൊണ്ട് എന്നിട്ടും ബാലൻസ്ഡ് അല്ലാതെ ജീവിക്കുന്നു? അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെ ആടി ആടി കളിക്കുകയാണ്. ഇന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ കാണും, നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ നാളെ പ്രഭാതത്തിൽ പുറത്തോട്ടിറങ്ങണം, നമ്മൾ തന്നെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ബാലൻസ്ഡ് ഇല്ലാതെ പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാടി ജീവിക്കുക. എന്നാൽ ഇവിടെ നോക്കുക, ഈ അന്ധയാചകന്മാര് ബാലൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്, ഞങ്ങളെ രക്ഷിക്കണമേ ദാവീദിന്റെ പുത്ര. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സ്നേഹമുള്ളവരെ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് വേണം, സന്തുലിതമായുള്ള ഒരു സ്വഭാവം നമുക്ക് വേണം. പലപ്പോഴും നമുക്ക് ഇല്ലാതായി പോകുന്നത് അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഇടപെടലുകളൊക്കെ ജീവിത പങ്കാളിയോട് ഇടപെടുന്നത് പോലെ നമുക്ക് മറ്റൊരാളോട് ഇടപെടാൻ സാധിക്കുന്നില്ല. കാരണം അവർ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ്. അതിനാണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള നേച്ചർ വേണമെന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. നല്ല കാര്യങ്ങൾ എപ്പോഴും മിഡിൽ പൊസിഷനാണ് വേണ്ടത്. ഒരു മധ്യ പൊസിഷനാണ് നമുക്ക് ഇപ്പോഴും വേണ്ടത്. കാരണം നമ്മൾ കൂടുതൽ തീവ്രമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും അപകടമാണ്. തീവ്രവാദികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് എല്ലാ കാര്യത്തിലുമുണ്ട്. ആത്മീയതയുടെ കാര്യത്തിലുമുണ്ട്, ഭൗതികതയുടെ കാര്യത്തിലുമുണ്ട്. തീവ്രമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മളിപ്പോ ഈശോ ചെയ്തത്, ഈശോ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് മനുഷ്യരെ നയിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ടയേർഡായിട്ടുണ്ട്, നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ പിടിച്ചുകൊണ്ട് ഈശോ വിജന പ്രദേശത്തേക്ക് പോയി വിശ്രമിക്കുവാൻ വേണ്ടി. മനുഷ്യന്റെ വിഷമങ്ങൾ അറിയുന്നവൻ, മനുഷ്യനെ സന്തുലിതമായിട്ട് കൈപിടിച്ച് നടത്തുന്നവൻ. അതുകൊണ്ടാണ് നിയമവും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നിയമത്തെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ പറയുന്നതും വ്യക്തത കൊടുക്കുകയാണ് ഈശോ. ബൈബിളിലെ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് വ്യക്തത കൊടുക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരുപാട് പേർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈശോ ചെയ്തത് വ്യക്തത കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ അറിവ് കൊടുക്കുകയാണ്. അതുവരെ എല്ലാവർക്കും അറിയാം, വയലിൽ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്, മുളയ്ക്കുന്നുണ്ട്, പൊട്ടുന്നുണ്ട്, ഫലമാകുന്നുണ്ട്. എന്നാൽ ഈശോ ആ ഉപമയിലൂടെ ഓരോത്തിന്റെയും വ്യക്തത മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്തായിരുന്നു വിതച്ച വിത്ത് എല്ലാം ഒരുപോലൊക്കെയായിരുന്നു, എന്നാൽ സ്വീകരിച്ച നിലങ്ങൾ വ്യത്യാസമായിരുന്നു. എന്നാൽ ഈശോനെ വ്യക്തത കൊടുത്തത് ആ വിത്തും നിലവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി കൊടുത്ത്, വിത്തും നിലവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി കൊടുത്തപ്പോൾ അതിനൊരു വ്യക്തതയുണ്ടായി. വയൽപ്പൂക്കളെ കുറിച്ച് എല്ലാവരും അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്കറിയാം, വയൽപ്പൂക്കൾ, വയലിൽ വളരുന്ന പൂക്കൾ. എന്നാൽ അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പഠിപ്പിച്ച് വ്യക്തത കൊടുത്തു. കടലിലേക്ക് എറിയപ്പെടുന്ന വല മുക്കുവരന്മാരെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈശോ അവരെയും പഠിപ്പിച്ചു വ്യക്തത കൊടുത്തു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ എന്റെ ജീവിതത്തിൽ ഇത്തിരി വ്യക്തത തരണമേ എന്ന്. എല്ലാം നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ധ്യാനം കൂടിയിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മളൊക്കെ ഇങ്ങനെ ആടിയാടി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, എന്നും വ്യക്തത ലഭിച്ചിട്ടില്ല. ഏത് ദിശയിലാണ് എൻ്റെ ജീവിതം ഓടുന്നത്, ഏത് കാറ്റിലാണ് ഞാൻ തളർന്നു പോകുന്നത്, ഞാൻ വീക്കായി പോകുന്ന അവസ്ഥകൾ ഏതൊക്കെ, ഞാൻ തളർന്നു പോകുന്ന അവസ്ഥകൾ ഏതൊക്കെ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന അതിന്റെ തഴക്ക ദോഷങ്ങൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നന്നായിട്ട് തന്നെ പോകും.
അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ അന്ധയാചകന്മാർക്ക് ഒരു വ്യക്തതയുണ്ടായിരുന്നു. തങ്ങളെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനാണ് ഇവരെന്ന ബോധ്യം. എന്നാൽ ജനക്കൂട്ടം അവന്റെ ഒപ്പം നടന്നേ ഉള്ളൂ. പക്ഷേ തങ്ങളുടെ ഇടയിലുള്ളവനെ കുറിച്ചുള്ള വ്യക്തത അവർക്കില്ല. എന്നാൽ അന്ധയാചകന്മാർക്ക് ആ വ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എന്തുപറ്റി? അവരെ വിളിക്കേണ്ടവനെ വിളിച്ചു, വിളിക്കേണ്ട രീതിയിൽ വിളിച്ചു. വിളിക്കേണ്ട രീതിയിൽ വിളിച്ചപ്പോൾ അവൻ വെളിപ്പുറത്തുണ്ടായി. അവരുടെ വിളി കേട്ടു, വിശുദ്ധി നൽകി, അനുഗ്രഹിച്ചു കടന്നുപോയി. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ടത് മറ്റൊന്നുമല്ല, വ്യക്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അച്ഛനും പിടമുള്ള വൈദികരും പ്രേക്ഷിതരും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവാണ് വ്യക്തത നൽകുന്നത്. സോളമൻ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനം എനിക്ക് നൽകണം. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനം നൽകണം. പ്രാർത്ഥനകളുടെയൊക്കെ വ്യത്യസ്തത നോക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയായിട്ട് കാണുന്നത് സോളമനെയാണ്. ഈ സോളമൻ പ്രാർത്ഥിക്കുകയാണ്, നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനം നൽകണമേ. അവനറിയായിരുന്നു ദൈവിക ജ്ഞാനമാണ് വ്യക്തത നൽകുന്നത്. ഏതെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ നിന്റെ ജ്ഞാനം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് ഇതിനൊരു വ്യക്തത നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മനുഷ്യൻ നമ്മളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. എന്നാൽ ഈ തീരുമാനം എന്റെ ദൈവിക ഹിതപ്രകാരമാണോ? എന്റെ ദൈവം നൽകിയത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും നമ്മളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉന്നം തെറ്റിയും പാളം തെറ്റിയും ഒക്കെ പോകുന്നത് എന്തുകൊണ്ട്? എവിടെയൊക്കെയോ എടുത്ത തീരുമാനങ്ങളൊക്കെ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് അതിന്റെ ദുരന്തങ്ങളിലൂടെ നമ്മളൊക്കെ ഇന്ന് കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, വിളിക്കേണ്ട സമയത്ത് വിളിക്കുക. അതിന് അത് വൈകാതിരിക്കണം. എന്റെ ദൈവത്തെ നിരന്തരം വിളിക്കണം. അത് വൈകിപ്പോയി കഴിഞ്ഞാൽ ജീവിതം വൈകി ഓടുന്ന വണ്ടിയായിട്ട് മാറും. അത് കറക്റ്റ് സമയത്ത് തന്നെ വരും. പക്ഷെ പിറ്റേന്ന് ഇന്ന് വരേണ്ട 4 മണിക്കലത്തെ വണ്ടി നാളെ 4 മണിയാവുമ്പോഴേ വരത്തുള്ളൂ. അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം. 4 മണിക്ക് തന്നെ വരുന്നുണ്ട്, പക്ഷെ അത് അടുത്തൊരു ദിവസം കൂടെ പിന്നിടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഓർക്കുക, എന്റെ ജീവിതത്തില് എന്റെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ദൈവമേ, ഓരോ കാര്യങ്ങളെ കുറിച്ച് നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കാണും. പലതിനെയും നിസ്സാരമായിട്ട് കാണുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയില്ലാത്തത്. ഇന്ന് നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ പല കാര്യങ്ങളോ ഇതൊക്കെ അറിയാവുന്ന കാര്യം. പുതിയ ഉടമ്പടി, പത്രോസ് ഗുരുവിന് നിഷേധിക്കുന്നു, അതും അറിയാവുന്ന. യേശു കൊടുത്തു, അത് കഴിഞ്ഞു. അടുത്ത പേര് പിലാത്തോസ് ഈശോയുടെ മുമ്പിൽ, ഈശോ പിലാത്തോസിന് മുമ്പിൽ, അതും അറിയാം. അപ്പൊ അങ്ങനെ അറിയാം, പല കാര്യങ്ങളും അറിയാം. ഇതിനകത്ത് ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. മർക്കോസ് സുവിശേഷം എനിക്കും അറിയാം. സ്നാപന പ്രകാശനം, അതറിയാവുന്ന കാര്യം. ഉപമയുടെ ഉദ്ദേശം, ഇതക്കാരനും അറിയാവുന്ന കാര്യങ്ങൾ ഇതിനകത്തൊക്കെ. പിന്നെ എന്താണ് ഇത് നമ്മൾ വായിക്കുന്നത്? പക്ഷെ ഒന്ന് ആഴത്തിൽ ആരെങ്കിലും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ വന്ന് നമ്മളോട് ഈ വചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാവം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ലെടുപൊട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നും വായിക്കുന്നതാ. വിത്തിന്റെ ഉപമ, കടുമണിയുടെ ഉപമ, കടലിനെ ശാന്തമാക്കും, ഇതൊക്കെ എന്നും വായിച്ച കാര്യങ്ങളാണ്. ഈശോ ഓടി കടലിലൂടെ നടന്ന കടലിനെ ശാന്തമാക്കി, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇതും എന്റെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം? ഇത് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യക്തത നൽകുന്നുണ്ടോ? ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും അതിൽ എനിക്ക് എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന വചനത്തിന് വേണ്ടി ദാഹമാണ്. എത്രമാത്രം വചനം കേട്ടാലും മനുഷ്യന് സംതൃപ്തിയില്ല. കാരണം അത്രമാത്രം ഇതിന് ആഴമുണ്ടെന്ന് അതിനർത്ഥം. ഇന്നും ഒരു മനുഷ്യൻ പോലും ഈ വചനത്തിന്റെ അർത്ഥങ്ങളിലെ ആഴങ്ങളിലേക്കൊന്നും കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കും, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാവുന്ന അധികമായ പല കാര്യങ്ങളും ഇനി എഴുതാനുണ്ട്, എന്നാൽ അതൊക്കെ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാണ് സുവിശേഷം അവസാനിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ സുവിശേഷം വായിക്കുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് വ്യക്തത തരുന്നുണ്ട്. ഒരു വചനം വായിച്ചാൽ മതി, ഒരു ജീവിതകാലം മുഴുവൻ വ്യക്തത ലഭിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ ആ നല്ല ഇടയന്റെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
ഒക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ട്? ഓരോ ദിവസവും ഈ വചനം ജീവിതത്തിൽ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഇത് വ്യക്തത നൽകിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഈശോയുടെ വചനത്തിന്റെ പ്രത്യേകത അതാണ്. ഓരോ ദിവസവും ഇത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസം ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണും പൂട്ടി കൈ കൂപ്പിയിരിക്കുമ്പോൾ ദൈവം പുതിയ പുതിയ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കത്തോലിക്കാ സഭയിൽ ഒരുപാട് അച്ഛന്മാര് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരുടെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ പുസ്തകത്തിൽ ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. 5-6 വർഷമൊക്കെ എടുത്ത് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത അച്ഛന്മാരുണ്ട്. 12 വർഷം പഠിച്ചവരുണ്ട്, 16 വർഷം പഠിച്ചവരുണ്ട്. എന്നിട്ടും ഇതിന്റെ ഒരു അറിവ് പോലും, ഒരു ചെറിയ അറിവ് പോലും അവരുടെ ജീവിതത്തിലെ അവർക്ക് ഇനിയും ഒത്തിരി പഠിക്കാനുണ്ടെന്ന് അവർ പറയുന്നത്. കാരണം അത്രമാത്രം കിടക്കുകയാണ്. ഞങ്ങളുടെ അച്ഛൻ 12 വർഷം പഠിച്ചു ബൈബിള്. തന്റെ യുവത്വം മുഴുവൻ ബൈബിള് പഠിക്കുവാൻ വേണ്ടി നീക്കിവെച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഒരു ചെറിയ വാക്കെടുത്താണ് ഞാൻ പഠിച്ചത്. ഈ 12 വർഷക്കാർ ഈ ഒരു ചെറിയൊരു വാക്കെടുത്ത് ഞാൻ പഠിച്ചിട്ട് തീരുന്നില്ലെന്നു. സ്നേഹമുള്ളവരെ, നോക്കൂ, അത്രമാത്രം അഗാധമാണ് ഈ വചനത്തെ കുറിച്ചുള്ള ചിന്തകളൊക്കെ. ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇത് നമ്മളൊക്കെ ഈ രാത്രി ആരാധന ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസവും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും എന്തെങ്കിലുമൊക്കെ ചലനങ്ങളെങ്കിലും സൃഷ്ടിക്കുവച്ചിട്ടുണ്ടോ? ചലനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പാറക്കല്ല് പോലെ നിൽക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഓരോ വേലിക്കൽ എടുത്തു വെച്ചാലും മതി. ഇതിനു പകരം സ്നേഹമുള്ളവരെ, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത നമുക്ക് ഉണ്ടാക്കണം. ഒരു വചനം കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകണം. ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകണം. അത് ചെയ്തത് പരിശുദ്ധ അമ്മയാണ്. ദൈവികമായ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾ അസ്വസ്ഥയായി. എന്നാൽ മാനുഷിക കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്കൊരു ചാഞ്ചാട്ടവും ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മളാണെങ്കിൽ തിരിച്ചാണ്. മാനുഷികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അനുഭവിക്കും, അസ്വസ്ഥരാകും. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുലുങ്ങാത്ത പാറയായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ചലനവുമില്ല. എന്നാൽ മനുഷ്യമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥതയായി, ഒരുത്തനെ വെട്ടി അസ്വസ്ഥതയായി. എന്നാൽ ദൈവം ഒരുത്തനെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥതയും അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പറയാം. എന്നാൽ മനുഷ്യനെ വെട്ടിയെന്ന് പറയുമ്പോൾ അസ്വസ്ഥത, അല്ലെങ്കിൽ അപകടം ഉണ്ടായെന്ന് പറയുമ്പോൾ അസ്വസ്ഥത, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ അസ്വസ്ഥത. എന്നാൽ ദൈവം സൗഖ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു, ദൈവം തൊട്ടെന്ന് പറയും, ദൈവികമായ ചൈതന്യമുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഒരുവൻ ദൈവത്തിന്റെ വഴിയെ നടന്നെന്ന് പറയും. ഒരസ്വസ്ഥതയില്ല. സ്നേഹമുള്ളവരെ, ആർക്കാണ് തെറ്റുപറ്റുന്നത്? ഇവിടെയാണ് നമ്മുടെയൊക്കെ ചെറിയ പരാജയങ്ങളുടെ പടുകുഴി എന്ന് പറയുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇച്ചിരി അസ്വസ്ഥതയുണ്ടാകണം. എന്നാൽ മാനുഷികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു അസ്വസ്ഥതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേട്ട അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടായിട്ടുണ്ട്, അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവികമായ കാര്യങ്ങൾ കേട്ടവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടായി, ആ അസ്വസ്ഥത അനുഗ്രഹമായിട്ട് മാറി. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ഇവൻ ചെയ്ത അകൃത്യങ്ങളൊക്കെ കേട്ടപ്പോൾ അന്നത്തെ ക്രൈസ്തവരൊക്കെ നടുങ്ങിയായിരുന്നു. എന്നാൽ ഇവൻ ദൈവികമായ കാര്യങ്ങൾ കേട്ടു, ദൈവം അവനെ അസ്വസ്ഥനാക്കിയപ്പോൾ അവൻ തന്നെ നടുങ്ങുകയാണ്. അവൻ എന്നിട്ട് അനുഗ്രഹമായിട്ട് മാറുന്നു. സാവൂള് പൗലോസായിട്ട് മാറുന്ന രംഗം ഇതാണ്. ദൈവം അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അവൻ സാവൂളിൽ നിന്നും പൗലോസായിട്ട് മാറി. സ്നേഹമുള്ളവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അന്ധയാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കണം. ആരുടെയും ശകാരത്തിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ജീവിതമല്ല. ദൈവത്തെ വിളിക്കുന്നതിൽ ആരെങ്കിലും അവനെ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധേരം പ്രാർത്ഥിക്കുന്നതിൽ ആരെങ്കിലും ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തലകുനിഞ്ഞ് നിൽക്കേണ്ട, കരം കൂപ്പാതെ തലകുനിഞ്ഞ് നിൽക്കേണ്ടതല്ല ഞാൻ. മറിച്ച് തല ഉയർത്തി ഞാൻ നിലവിളിക്കുന്ന എന്റെ ദൈവം
എന്റെ അടുത്ത് വരുമെന്നുള്ള വിശ്വാസത്തോട് കൂടെ നിൽക്കുവാൻ എനിക്ക് സാധിക്കണം. ഞാൻ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ആ നിലവിളിക്കൊക്കെ കേൾക്കപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുമ്പോഴാണ് എന്റെ ജീവിതം ദൈവികമായ കാര്യത്തിൽ അസ്വസ്ഥമാകുന്നത്. ഇന്ന് നമുക്കറിയാം, യുവതലമുറകളുടെയൊക്കെ കാലഘട്ടങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഒന്നിനെ കുറിച്ച് ഒരു അസ്വസ്ഥതയില്ല, ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്നാൽ ഇവരൊക്കെ അസ്വസ്ഥപ്പെടുന്ന ഒരു കാലം വരും. അന്നൊക്കെ ഒരുപാട് അവർ പിന്നോട്ട് നടക്കേണ്ടതായിട്ട് വരും. ഇന്ന് യുവജനങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പലയിടത്തുമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടവയെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് കുറെ വാക്കുകൾ അറിയാം, അർത്ഥം അറിയത്തില്ല. ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് വിശുദ്ധ കുർബാന അനുഭവമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറയുന്ന അനുഭവം എന്നുള്ള വാക്ക് എന്തുവാന്ന് പോലും അവർക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ കരയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ കുർബാനയിൽ അവരെന്തൊക്കെയോ അനുഭവിച്ചു. സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. ബസ് ഓടുന്നത് കണ്ട് ബസ് ഓടിക്കാൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ബസ്സിനകത്ത് കയറി കാട്ടി കൊടുക്കണം. വണ്ടി ഓടുന്നത് കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടിക്കകത്ത് കയറി കാണണം സംഗതികൾ എങ്ങനെയൊക്കെയാണെന്ന്. യുവജനങ്ങള് ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ അവര് പഠിപ്പിക്കേണ്ടത് ജീവിതം കാട്ടിക്കൊടുത്ത് ജീവിതത്തിന്റെ ഉള്ളിൽ നിർത്തി പഠിപ്പിക്കണം. ദൈവത്തെ അറിയാതെയും ദൈവികാര്യങ്ങളെ കുറിച്ച് ചിന്തയില്ലാതെയും ഒക്കെ ശകാരിച്ച ഉടനെ തകർന്നുപോയി, ശാസിച്ച ഉടനെ ശ്വാസം നിലച്ചു നിൽക്കുകയാണ് യുവതലമുറകളൊക്കെ. ഒരു ശാസിക്കൽ ഉണ്ടായ ഉടനെ ശ്വാസം നിലച്ചു പോകുന്നു മക്കളുടെയൊക്കെ. എന്തുകൊണ്ടാണ്? അനുഭവങ്ങളില്ല. അനുഭവം പറഞ്ഞു കൊടുക്കേണ്ടവരവിടെ പോലും ശ്വാസം നിലച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനായിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ, ഈ കുർബാനയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇരു കരങ്ങളും കൂപ്പിപ്പിടിച്ച് കുർബാനയിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. സുവിശേഷത്തിലുടനീളം ഒരുപാട് പേരുടെ നിലവിളി കേട്ടത് കൊണ്ടാണ് അവൻ അവസാനം അവന്റെ നിലവിളി ദൈവമായ കർത്താവ് കേട്ടു. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നു, പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവന്റെ നിലവിളി ദൈവം കേട്ടത് എന്തുകൊണ്ട്? അവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് പേരുടെ നിലവിളി കേട്ടു. സ്നേഹമുള്ളവരെ, നിന്റെ ദൈവം, എന്റെ ദൈവം നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്നുണ്ട്. അവരുടെ നിലവിളികളൊക്കെ കേട്ട് അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നവരാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ നിലവിളിയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരണം. ആരെങ്കിലും നിലവിളിക്കുന്ന കേട്ട് ആരെങ്കിലും സ്തുതിക്കുന്നത് കണ്ട് സ്തുതിക്കേണ്ടവരല്ല നിങ്ങളും ഞാനുമൊക്കെ. മറിച്ച് ഇതൊരു അനുഭവത്തിൽ നിന്നും ആഴങ്ങളിൽ നിന്നും ഉയരേണ്ട സ്തുതികളായിരിക്കണം നമ്മുടേതൊക്കെ. നമ്മുടെയൊക്കെ സ്തുതികളൊക്കെ അനുഭവത്തിൽ നിന്ന് ഉയരണം. എന്റെ ദൈവം എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളുടെ അനുഗ്രഹത്തിൽ നിന്ന് ഉയരണം സ്തുതികളെ. എന്റെ ദൈവം ചെയ്തു തന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വേണം സ്തുതികൾ ഉയർത്തുവാൻ. അപ്പോഴൊക്കെയാണ് ആ സ്തുതി ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. ഇന്ന് നമ്മള് വചനങ്ങൾ ചുമ്മാ ചലിപ്പിച്ചത് കൊണ്ട് സ്തുതികളാകണമെന്നില്ല. ആരെങ്കിലുമൊക്കെ സ്തുതിപ്പിന്റെ സമയത്ത് കണ്ണുനീർ വാർക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ ഹൃദയം നുറുങ്ങി സ്തുതിക്കുന്നുണ്ടോ, അതൊക്കെ അനുഗ്രഹങ്ങളിൽ നിന്നും ആഴങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സ്തുതികളാണ്. ധ്യാനവേളകളിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ആർക്കാണ്? ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളികൾക്കാണ് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നത്. നമ്മളൊക്കെ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നാളിതുവരെ ധ്യാനം കൂടിയിട്ടുണ്ട്, ഒരുപാട് സ്തുതികൾ ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു അനുഭവം വന്നിട്ടില്ലെങ്കിൽ ഇതുവരെ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളിയും സ്തുതികളും ഒന്നും ഉയർന്നിട്ടില്ല എന്നതാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഈ അന്ധയാചകന്മാർ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് വിളിച്ചു പറയുവാൻ സാധിക്കണം. ഈ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ തമ്പുരാനെ എനിക്ക് ചെയ്തു തരുവാൻ സാധിക്കും, ഉറപ്പുണ്ട്.
എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തരുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി കുർബാനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹം ലഭിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് സ്നേഹമുള്ളവരെ. കാരണം അനുഭവങ്ങളുണ്ട്. ഈ കുർബാനയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ പഠന മേഖലകളിലൊക്കെ വലിയ വിജയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ കരകയറിയിട്ടുണ്ട്. പല പ്രതിബന്ധങ്ങളെ ഞാൻ അതിജീവിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുർബാനയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നിലവിളിച്ചത് കൊണ്ടൊക്കെ തന്നെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കുർബാന എടുത്ത് കരങ്ങളിലെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, അയോഗ്യനെങ്കിലും ഇത് അനുഗ്രഹങ്ങളുടെ നിക്ഷേപമാണ് എന്റെ കരങ്ങളിൽ. വലിയൊരു അനുഗ്രഹത്തിന്റെ നിക്ഷേപമാണ് എന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. ഞാൻ അയോഗ്യതയുള്ളവനാണ്. ഉള്ള അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ അപ്പം കരങ്ങളിൽ എടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മനോഹരമായ ഒരു വൈദികൻ തന്നെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്, അയോഗ്യനെങ്കിലും ഇതാ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം എന്റെ കരങ്ങളിൽ. ഈ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം കരങ്ങളിൽ എടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം, തമ്പുരാനെ, ഒന്നുമില്ലാത്തൊരു ജീവിതമാണ് ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചു, ഇനിയും മുൻപോട്ട് നയിക്കണമേ. സ്നേഹമുള്ളവരെ, ഉയർത്തുന്ന ആസയിലേക്ക് പിലാസയെ നോക്കിക്കൊണ്ട് ദൈവമേ, ഞാൻ നിലവിളിക്കുന്നു. ഉള്ളിൽ നിന്ന് നിലവിളിക്കണം. ഈ കുർബാനയിൽ ആരുടെയെങ്കിലും കുർബാനയുടെ അർപ്പണത്തിൽ ആരുടെയെങ്കിലും ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പുള്ള കാര്യമാണ്, ഭയങ്കരമായ അത്ഭുതം സംഭവിക്കും. സ്നേഹമുള്ളവരെ, ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഒരുപാട് മാതാപിതാക്കൾ കണ്ണുനീരോടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് അവരൊക്കെ കുർബാന അനുഭവിച്ചിട്ടുണ്ട്. കുർബാനയുടെ ആഘോഷം അനുഭവിച്ചിട്ടുണ്ട്. ആ ആഘോഷത്തിൽ നിന്ന് അവർ ഒരുപാട് സംതൃപ്തിയോടെ പള്ളിയുടെ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. അവരൊക്കെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. നാളെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെയും ഓടി വന്ന് കുർബാനയുടെ സന്നിധിയിൽ നിന്ന് ബലിയർപ്പിച്ചിട്ട് വീണ്ടും മടങ്ങുമ്പോൾ അവർക്ക് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുർബാനയുടെ ആഘോഷത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുക, ദൈവമേ, ഈ കുർബാനയുടെ ആശീർവാദത്തിലും ആഘോഷത്തിലും വലിയൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അന്ധയാചകന്മാര് നിലവിളിച്ചപ്പോൾ ദൈവം നിൽക്കുന്നു. അന്ധയാചകന്മാർ നിലവിളിക്കുമ്പോൾ ഒരു ദൈവം തന്റെ യാത്ര നിർത്തുകയാണ്. മുൻപോട്ട് പോകുന്ന ഒരു ദൈവത്തിന്റെ യാത്രയെ പിടിച്ചു കുലുക്കുവാൻ തക്കവിധം അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തെ നിന്റെ നിലവിളി കൊണ്ട്, നിന്റെ ഹൃദയ വിശ്വാസത്തിന്റെ നിലവിളി കൊണ്ട് പിടിച്ചു നിർത്തുവാൻ നിനക്ക് സാധിക്കണം. അപ്പോഴൊക്കെയാണ് നിന്റെ ദൈവം തിരിഞ്ഞ് നിന്നോട് ചോദിക്കും, നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു.